ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ്. ബീഫ് റോസ്റ്റിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതൊരു 1/2 കിലോഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ: ഒരു മീഡിയം സൈസ് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി, അരമുറി തേങ്ങ ഇതുപോലെ കുഞ്ഞിതാക്കി അരിഞ്ഞതാണ്, ഒരു 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ബീഫ് വേവിക്കാൻ ആവശ്യമായ മസാലകളാണ്: മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത്രയും മസാല ഇട്ടിട്ട് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം. ഒരു 3-4 സ്പൂൺ നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് അതിനകത്തേക്ക് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം. ബീഫിന് ചുവന്നുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. സവോള ഇടുന്നേക്കാൾ നല്ലത് ചുവന്നുള്ളിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളി അധികം വാടുന്നേക്കഴിഞ്ഞ് മുന്നേ തന്നെ നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കണം. കാരണം ബീഫ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഇടാതെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് വാടിക്കിട്ടില്ല. നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. നമ്മുടെ തേങ്ങാക്കൊത്ത് ഒരുവിധം ഒന്ന് അങ്ങനെ മൂപ്പായി വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിന് ശേഷം വേണം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാം തേങ്ങാക്കൊത്തും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ. നമുക്ക് ഇതിനകത്തേക്കുള്ള ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ, നേരത്തെ നമ്മൾ ബീഫിലേക്കുള്ള മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, അത് എരിവിനനുസരിച്ച്. നമ്മൾ ഓൾറെഡി മുളക് പൊടിയൊക്കെ ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിന് കുറച്ച് കുരുമുളക് പൊടിയുടെ ടേസ്റ്റുള്ള നല്ലതാണ്. അതുകൊണ്ടാണ് അത്ര ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിറച്ചൊരു സ്പൂൺ വേണ്ട, എന്നാൽ ഇത്രയും മതി. ഒരു 1/2 ടീസ്പൂണിനെ കഴിഞ്ഞും കൂടുതൽ. കാശ്മീരി ആയതുകൊണ്ട് അത് തന്നെ അധികം എരിവുണ്ടാവില്ല. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നിറച്ചൊരു സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിത് നന്നായിട്ട് വരട്ടി അങ്ങ് എടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ബീഫ് ഒലത്തിയതും ബീഫ് പെരളനും ബീഫ് കറി ഇഷ്ടമുള്ളവർക്കൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ബീഫ് പെരളൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഈ ബീഫ് റോസ്റ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നമ്മൾ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂട്ടിയിടാം. പിന്നെ ബീഫിന് ടേസ്റ്റ് മുളക് പൊടിയൊക്കെ കഴിഞ്ഞും കൂടുതൽ കുരുമുളകാണ്. അപ്പോൾ കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മുളക് പൊടി കുറച്ച് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി ചേർത്താൽ കുറച്ച് കളറ് കിട്ടും. അല്ലെങ്കിൽ കുരുമുളക് പൊടി മാത്രം ഇടുമ്പോൾ നമുക്ക് വേറൊരു കളറായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ടാണ് കാശ്മീരി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ടേസ്റ്റ് കൂടുതലും കുരുമുളക് പൊടി ഇടാനാണ്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് വേവിച്ച് വെച്ചതാണ്. നമ്മൾ വെള്ളം ഒഴിച്ചല്ല വേവിച്ചിരിക്കുന്നത്, എന്നാലും ബീഫിലുള്ള ആ വെള്ളം ഉണ്ടാവും. ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കാതെ കുക്കർ വെച്ചാൽ ആവിയിലിരുന്നാൽ തന്നെ ബീഫിൻ്റെ വെള്ളം അങ്ങ് ഇറങ്ങി വരും. ആ വെള്ളമാണ് ഇത്. നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ട് ഈ ചാറൊക്കെ വറ്റി നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് എപ്പോഴും ഇളക്കണമെന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ സിമ്മിലിട്ട് വെച്ചാണെങ്കിൽ ഇച്ചിരി തീ അത് ഫുള്ളിലാക്കി കൊടുക്കാം നമുക്ക്. അത് കണ്ടില്ലേ, അങ്ങനെ ചാറൊക്കെ വറ്റി വരുന്നുണ്ട്. നമുക്കിത് പോരാ, ഇനിയും നന്നായിട്ട് വറ്റി നമുക്ക് നന്നായി അങ്ങനെ റോസ്റ്റാക്കി എടുക്കണം. കുറച്ച് സമയമെടുക്കും. ശരി, ഫുള്ളിലാക്കി വയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് അടിക്ക് പിടിക്കും തോന്നി നമുക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ സെറാമിക് ആയതുകൊണ്ട് ഇതിൽ അടി പിടിക്കത്തൊന്നുമില്ല. നമുക്ക് റോസ്റ്റായി വരാറാവുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല തൂളി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വേണമെന്നില്ല, അതിനേക്കഴിഞ്ഞും കുറച്ച് മതി. ആദ്യമായിട്ട് അതിൻ്റെ ഫ്ലേവർ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടി ഇടുമ്പോൾ ആ സമയത്ത് ഇടണ്ട. റോസ്റ്റായി ഇതുപോലെ ആയി വരുന്ന സമയത്ത് നമുക്ക് മുകളിൽ കൂടെ ഒന്ന് തൂളി കൊടുത്താൽ മതി. ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളുമാണ്, ടേസ്റ്റിയാണ്. അധികം സമയം ഇച്ചിരി റോസ്റ്റായി എടുക്കാൻ കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ എളുപ്പമാണ്. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റിയുമാണ്. ഇടയ്ക്ക് തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയൊക്കെ ഇടയ്ക്കൊന്ന് ഓരോന്ന് കടിക്കുകയും ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും പൊറോട്ടയുടെ ഒപ്പം നമുക്ക് കഴിക്കാം. എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതായത് കണ്ടില്ലേ, നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബർണർ ഓഫ് ചെയ്ത് കൊടുക്കാം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ കിഡിലൻ ടേസ്റ്റിയുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളുമാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം.